കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് കോണിന്റെ റെസിപ്പി ആയിട്ടാണ്. കോൺ ചാട്ട് അല്ലെങ്കിൽ കോൺ ബേൽ റെസിപ്പി. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാലോ. എല്ലാവർക്കും അറിയാം ആദ്യം തന്നെ വേണ്ടത് എന്താ, കോൺ. ഞാനിവിടെ കോൺ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പൊട്ടറ്റോ. അത് ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞതിന് ശേഷം വേവിച്ചു. ഉപ്പിട്ട് വേവിക്കാം, മഞ്ഞപ്പൊടി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ വേണ്ടത് റെഡ് ചില്ലി പൗഡർ, ഗരം മസാല, ഉപ്പ്, പിന്നെന്താ ചാട്ട് മസാല. പിന്നെ വേണ്ടത് ടാമറിൻ ഡേറ്റ്സ് ചട്നി, പിന്നെ ഗ്രീൻ ചട്നി. ഈ രണ്ട് റെസിപ്പികളും ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. പിന്നെ വേണ്ടത് ബട്ടറും സേവും. സേവ് ഉണ്ടാക്കുന്നതിൻ്റെയും റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് കോൺ ചാട്ട് അഥവാ കോൺ ബേൽ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെക്കാം. പാനിലോട്ട് ഇനി ബട്ടർ ആഡ് ചെയ്യാം. ഇതിലോട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കോണില്ലേ, അത് ആഡ് ചെയ്യാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ബട്ടറിനായിരിക്കും. ഇനി ഇതിലോട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ കോണും പൊട്ടറ്റയും ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മസാലകൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ആഡ് ചെയ്യാനുള്ളത് ചാട്ട് മസാലയാണ്. 1/4 സ്പൂൺ ചാട്ട് മസാലയാണ് ഞാൻ ആഡ് ചെയ്യണത്. പിന്നെ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതും 1/4 സ്പൂൺ വരെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിലോട്ട് ഗരം മസാല ആഡ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യാം. പിന്നെ പൊട്ടറ്റോ ഉടഞ്ഞു പോയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ടൈമിൽ എരിവ് എങ്ങാനും കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചാട്ട് മസാല ഗരം മസാല എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൊട്ടറ്റയും കോണും കൂടിയിട്ടുള്ള മസാല ഇല്ലേ, അത് ഞാൻ 3-4 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 2 ചട്നികളില്ലേ, അത് ആഡ് ചെയ്യാം. ചട്നിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. ടാമറിൻ ഡേറ്റ്സ് ചട്നിയാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രീൻ ചട്നി ഇല്ലേ, ഇലകളുടെ പുതിനയിലും മല്ലിയിലും കൂടി ചേർത്തിട്ട് അരച്ചിട്ടുള്ള ചട്നി, അതാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മളിത് കഴിക്കിടക്കുന്ന സമയത്തില്ലേ, അപ്പോൾ ഇതിലേക്ക് തക്കാളിയും സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിൽ ഇടുക. അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ അത് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് കോൺ ചാട്ട് അഥവാ കോൺ ബേൽ റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പി അല്ലേ. എല്ലാം സിമ്പിൾ തന്നെയാണ്, പക്ഷെ എന്നാലും ഇത് കുറച്ചും കൂടി സിമ്പിൾ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് 5 മിനിറ്റ് മതി ഉണ്ടാക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചട്നിയും പിന്നെ ആ സേവ് ഒക്കെ നേരത്തെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വേഗം ഉണ്ടാക്കി നമുക്ക് വേഗം കഴിക്കാവുന്ന നല്ല റെസിപ്പിയാണ്. ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസിൽ പറയാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറയാണ്, ലെമൺ ജ്യൂസ്. ഞാൻ കോൺ ചാട്ട് കഴിക്കുന്ന സമയത്ത് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. അങ്ങനെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടാമറിൻ ഡേറ്റ്സ് ചട്നി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസും കൂടി ചെല്ലുമ്പോൾ ആ സ്വീറ്റ്നെസ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും. ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ട് കഴിക്കാം, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ചാട്ട് റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ.